അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കലത്തപ്പം ഉണ്ടാക്കി. അപ്പോൾ കലത്തപ്പം നല്ലപോലെ നടി പിടിച്ചിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് കരിഞ്ഞു പോയത് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കലത്തപ്പത്തിനായിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതിലൊരു പാത്രം വെച്ചിട്ട് 2 ശർക്കരയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തലേ ദിവസം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരി ഉണ്ട്. അപ്പോൾ അത് കുറച്ച് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 സ്പൂണ് ചോറും പിന്നെ 1 സ്പൂണ് ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഫസ്റ്റ് തന്നെ കൂടാൻ പാടില്ല. നമ്മൾ കാരണം ശർക്കരപ്പാനിയിലും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പാകത്തിന് വെള്ളം കറക്റ്റാക്കി ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ നോക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ശർക്കരപ്പാനി ഇതിലേക്ക് നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല ചൂടോടുകൂടെ ഒഴിക്കണം കേട്ടോ, തണുക്കാൻ പാടില്ല. അപ്പോൾ നല്ല ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് അപ്പസോഡ ഒന്നും ചേർക്കുന്നില്ല. അപ്പസോഡ ഒന്നും ചേർക്കാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി ചേർക്കണമെങ്കിൽ ഒരു പിഞ്ച് അപ്പസോഡ ചേർത്തിട്ട് ഉണ്ടാക്കിയാലും സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അതിനായിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കണം. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് വലിയുള്ളി കൂടുതൽ ഉപയോഗിക്കാതിരിക്കണം നല്ലത് കേട്ടോ. ചെറിയ ഉള്ളീൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വലിയ ഉള്ളിയിൽ കിട്ടൂല. ചെറിയുള്ളി ഇട്ടിട്ട് ചെറിയുള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ തേങ്ങാക്കൊത്താണ് വേണ്ടത്. എൻ്റെ അടുത്ത് തേങ്ങാക്കൊത്ത് ഇല്ലാത്തതുകൊണ്ട് ചെറിയ തേങ്ങ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടും നല്ലപോലെ ഒന്ന് ചെറിയ രീതിയിൽ മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെയാണ് പണി പാളിയത് കഴിഞ്ഞു പോയി. അപ്പം മുറിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം എന്താ അത്രയേ ഉള്ളൂ.